വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. യേശുവിനെ ഗർഭം ധരിക്കുവാൻ തന്നോട് കരുണ പ്രവർത്തിച്ച ദൈവത്തെ പരിശുദ്ധ അമ്മ മഹത്വപ്പെടുത്തുകയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ. ഈ സ്തോത്രഗീതത്തിന് പഴയ നിയമത്തിൽ ശമൂവേലിൻ്റെ അമ്മയായ ഹന്നയുടെ പ്രവചനഗീതത്തോട് സാദൃശ്യമുള്ളതായി 1 സാമുവേൽ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 46 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ മറിയം പറയുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക? നിങ്ങളുടെ നല്ല പ്രവർത്തികളാൽ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. നല്ല പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ നല്ല മനസ്സുണ്ടാകണം, നല്ല ശരീരമുണ്ടാകണം. ആത്മാവും ശരീരവും ഒന്നിച്ച് നന്മയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കും. ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം. നാം നന്നായി ജീവിക്കുമ്പോൾ അത് നമുക്ക് തന്നെ സംതൃപ്തി നൽകുന്നു. മറ്റുള്ളവർക്ക് അത് സഹായകമായി പ്രചോദനമായി മാറുന്നു. അവിടെയെല്ലാം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്നും വേർപെട്ട ഒരു വ്യക്തിത്വമായിട്ടല്ല പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുന്നത്. തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച അമ്മ 3-ാമത്തെ വയസ്സ് മുതൽ ദൈവം ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച അമ്മ അഭിമാനത്തോടെ പറയുകയാണ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ കൂട്ടായ്മ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകനിൽ ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള യേശു തമ്പുരാൻ്റെ ജീവിതത്തെ അനുധാവനം ചെയ്ത ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. അവളുടെ ഉദരത്തിൽ രക്ഷകൻ രൂപപ്പെട്ട നിമിഷം മുതൽ രക്ഷകനെ വേദനയോടെ പ്രസവിച്ച്, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ച്,
അഭയാർത്ഥിയെപ്പോലെ വളർത്തി മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചവൻ മരക്കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും ആ കുരിശിൻ ചുവട്ടിൽ സഹകാർമ്മികയായി സഹരക്ഷകയായി നിന്ന അമ്മയാണ് പറയുന്നത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. രക്ഷകനിൽ ആനന്ദിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്താനാവുകയുള്ളൂ. ആ രക്ഷ നേടിത്തന്നത് തൻ്റെ കുരിശുമരണത്തിലൂടെയാണ് എങ്കിൽ കുരിശില്ലാതെ കിരീടമില്ല, കഷ്ടപ്പെടാതെ അധ്വാനമില്ലാതെ അഭിവൃദ്ധിയോ സുഖമോ അനുഭവിക്കാനാവില്ല. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ജനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ചിത്തം, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടായ്മ രക്ഷ നേടിത്തന്ന രക്ഷകരിൽ ആനന്ദിക്കുന്ന സമൂഹമായി മാറണം എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും അമ്മയുടെ സ്തുതിപാടലിൽ നാം മറിയം കർത്താവിനെ മഹത്വപ്പെടുത്തുകയും രക്ഷകനിൽ ആനന്ദിക്കുകയും ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഇപ്രകാരം താൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് എന്ന് 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലൂടെ അമ്മ എടുത്തു പറയുകയാണ്. ദൈവസന്നിധിയിൽ എളിയ അവസ്ഥയിൽ കഴിയുന്ന അവിടുത്തെ ദാസിയെ തനിക്ക് വ്യക്തിപരമായി ദൈവം നൽകിയ അനുഗ്രഹത്തെ പ്രതി മറിയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. താഴ്ന്ന നിലയിൽ നിന്ന് തൻ്റെ അടിമയെ ദൈവം തൃക്കൺ പാർത്തു, കൈകൊടുത്തുയർത്തി. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കുന്നവനാണ് അവിടുന്ന് എന്നുള്ള ആ ബോധ്യമാണ് അമ്മയ്ക്ക് ഇപ്രകാരം പറയുവാൻ ഇടയായത്. ഇസ്രായേലിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം യേശുവിൽ പൂർത്തിയാക്കുകയാണ്. തന്നോട് ദൈവം കാണിച്ച രക്ഷാകരമായ കരുണയെ മറിയം സമൂഹം മുഴുവൻ്റെയും രക്ഷാകര അനുഭവത്തോട് ബന്ധപ്പെടുത്തുകയാണ്. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തുകൊണ്ടാണ്? അവൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ മുമ്പോട്ട് വന്നതിനാലാണ്. സകല തലമുറകളും തന്നെ പ്രകീർത്തിക്കുന്നതിൻ്റെ കാരണം മറിയം പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്ന് പലപ്പോഴും അത് അംഗീകരിക്കുവാൻ ആളുകൾ തയ്യാറാകുന്നില്ല. എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ അധ്വാനം, എൻ്റെ ജോലി, എൻ്റെ പഠിപ്പ്, എൻ്റെ സ്ഥാനം, ഇവയൊക്കെയാണ് എന്നെ വലിയവനാക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അവൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്നിരിക്കുന്നു. ദൈവത്തെ വിശേഷിപ്പിക്കുവാൻ ബൈബിൾ ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ് ശക്തനായവൻ എന്ന്. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും 24-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിലും 18-ാം അധ്യായം 27-ാം വാക്യത്തിലുമൊക്കെ ശക്തനായവൻ എന്ന് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആ ശക്തി സർവശക്തനായ കർത്താവിനെല്ലാം സാധ്യമാണെന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതൻ പരിശുദ്ധ അമ്മയോട് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-38 വാക്യങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ അന്വർത്ഥമാവുകയാണ്. മറിയത്തിൻ്റെ വാക്കുകൾക്ക് അത്യുന്നതൻ്റെ ശക്തി അവൾ പ്രവർത്തിച്ചതിൻ്റെ കൃതജ്ഞതയുണ്ട്. എന്നും ദൈവത്തോട് നന്ദിയുള്ളവളായിട്ടാണ് അവൾ ഈ സ്തുതിഗീതം ആലപിക്കുന്നത്. കർത്താവ് തൻ്റെ ഭുജത്തിൻ്റെ ശക്തിയാൽ തൻ്റെ ജനത്തിൻ്റെ ശക്തരായ ശത്രുക്കളെ കീഴ്പ്പെടുത്തി തൻ്റെ ജനത്തെ രക്ഷിച്ചു. നമുക്കറിയാം, ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞ മക്കളെ വിമോചിപ്പിക്കുവാൻ ദൈവം നടത്തിയ പരിശ്രമം. മോശയെ വിളിച്ചു പറയുകയാണ്,
എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുന്നു. ഈജിപ്തിൽ നീ അവരെ വിടുവിക്കുവാൻ പോകണം. മോശ തൻ്റെ കുറവുകൾ, താൻ വിക്കനാണ്, തൻ്റെ കുറവുകളൊക്കെ നിറവുള്ളവൻ്റെ സന്നിധിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഊമനെയും ചെകിടനെയും സൃഷ്ടിച്ചവൻ ഞാനല്ലയോ, നീ അവരെ വിടുവിക്കുവാൻ പോകണം എന്നുള്ള നിർദ്ദേശമാണ് യഹോവയായ ദൈവം കൊടുത്തത്. വിക്കനായ മോശ ശക്തനായ ഫറവോൻ്റെ അടുത്ത് എന്ന് അത്ഭുതങ്ങൾ 10 പ്രവർത്തിച്ചു. കഠിന ഹൃദയനായ ഫറവോൻ്റെ ഹൃദയം അലിഞ്ഞില്ല. ഫറവോൻ്റെ ആദിജാതൻ മരിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുകയാണ്. വിടുവിക്കപ്പെട്ട ജനത്തെയും കൂട്ടിക്കൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്ന ആ മോശയെ കാണുമ്പോൾ, ആ ജനത്തെ കാണുമ്പോൾ ശക്തനായവൻ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ശത്രുക്കളെ കീഴ്പ്പെടുത്തി അഹങ്കാരികളെ താഴ്ത്തിക്കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ളത് കാണാൻ നമുക്ക് സാധിക്കും. ശത്രുക്കളുടെ മേലുള്ള അവിടുത്തെ വിജയത്തിലും തനിക്ക് ദൈവം ചെയ്തു തന്നിട്ടുള്ള എല്ലാറ്റിലും അവിടുത്തെ വിശുദ്ധിയാണ് പ്രകാശിതമായിരിക്കുന്നതെന്ന് മറിയം ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ ആ വിശുദ്ധി, ആ ശക്തി ദൈവം അവളോട് കാണിച്ചിരിക്കുന്നു എന്നുള്ളത്. മറിയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നാം ഓരോരുത്തരും ആനന്ദിക്കേണ്ടത് നമുക്ക് രക്ഷ നേടിത്തന്ന ദൈവത്തിലാണ്. ആ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നമ്മെ സംരക്ഷിച്ച നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുജനങ്ങൾ, നമ്മുടെ നേതാക്കന്മാർ, ഇവരെയൊക്കെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും കൃതജ്ഞതയുടെ സ്തുതി പാടുവാൻ പരിശുദ്ധനായ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത ആ ഔദാര്യത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാമും അനുസ്മരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഇന്ന് വരെ എത്ര അത്ഭുതകരമായി ദൈവം തമ്പുരാൻ നമ്മെ പരിപാലിക്കുന്നുവെന്നുള്ളത് നന്ദിയോടെ അനുസ്മരിച്ച് അമ്മയോടൊപ്പം സ്തുതി പാടുവാൻ നാമും തയ്യാറാകണം എന്നുള്ളതാണ്. 50 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ തനിക്ക് ലഭിച്ച അനുഭവം ഇസ്രായേലിൻ്റെയും മനുഷ്യവംശം മുഴുവൻ്റെയും അനുഭവമായി കണ്ട് മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഏറെ ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള ഒരു സ്തുതിപാടലാണ് നാം കാണുന്നത്. 51 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ അനുസ്മരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലെത്തിയ ജനത്തിന് കർത്താവ് വേണ്ടുവോളം അപ്പവും മാംസവും കൊടുത്ത സംഭവമാണ്. മരുഭൂമിയുടെ തിക്തമായ അനുഭവങ്ങൾ, കുടിക്കുവാൻ വെള്ളമില്ല, ഭക്ഷിക്കുവാൻ ആഹാരമില്ല, ജനം മോശയ്ക്കെതിരായി യഹോവയ്ക്കെതിരായി പിറുപിറുക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ദൈവമേ ഞാൻ ചെയ്യേണ്ടത് എന്ന് മോശ ദൈവത്തോട് ചോദിക്കുന്നു. കയ്യിലുള്ള വടി കൊണ്ട് പാറയിൽ അടിക്കുവാൻ ആവശ്യപ്പെടുന്നു, പാറയിൽ നിന്ന് കുടിക്കുവാൻ വെള്ളമൊഴുക്കി കൊടുക്കുന്നു, ഭക്ഷിക്കുവാൻ മന്നായും കാടപ്പക്ഷിയും നൽകുന്നു. അത്ഭുതകരമായ പരിപാലനയാണ് അവിടെ അവർ അനുഭവിക്കുന്നത്. എല്ലാം ദൈവം പിതാവായ അബ്രഹാത്തിനോടും അവൻ്റെ സന്തതികളോടും ചെയ്ത വാഗ്ദാനപ്രകാരമാണ് നിറവേറ്റുന്നത്. ഇസ്രായേലിൻ്റെയും മനുഷ്യവംശം മുഴുവൻ്റെയും തലമുറകളുടെ ചരിത്രത്തിലുടനീളം ദൈവം എളിയവരുടെയും ദരിദ്രരുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ആ ഒരു ഉറപ്പും നമുക്ക് നൽകുകയാണ്. എളിയവരെ കടാക്ഷിക്കുന്ന ദൈവം തൻ്റെ കാര്യത്തിലും അപ്രകാരം ചെയ്തു എന്ന് പരിശുദ്ധ അമ്മ തിരിച്ചറിയുകയാണ്. എളിയവരുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നവനാണ് യേശു എന്ന സൂചനയും മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ഏകദേശം 3 മാസത്തോളം എലിസബത്തിൻ്റെ കൂടെ താമസിച്ചിട്ട് അവൾക്ക് സ്നേഹത്തോടുള്ള ശുശ്രൂഷ നിർവഹിച്ച് 6 മാസം ഗർഭിണിയാണെന്നറിഞ്ഞ് അവളുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് 3 മാസം ശുശ്രൂഷ നിർവഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധയമ്മ തൻ്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. സ്നാപയോഹന്നാൻ ജനിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും ശുശ്രൂഷിക്കുവാൻ തയ്യാറായി വന്ന അമ്മ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ളവനാണ് താനെന്നുള്ള ആ ബോധ്യം നൽകുവാൻ സ്നാപയോഹന്നാന് കഴിഞ്ഞു. സ്നാപയോഹന്നാനെയാണ് ഇളയമ്മയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നത്.
യേശുവിന് വഴിയൊരുക്കുവാൻ കടന്നു വരുന്നവനാണ്. അപ്പോൾ എലിസബത്തിന് ചെയ്ത ശുശ്രൂഷ, സ്നാപക യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ യേശുവിനെ ഒരുക്കുവാനുള്ള ഒരു ശുശ്രൂഷയായി നാം കാണുകയാണ്. ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു അത് പൂർത്തിയാകുവാൻ ആഗ്രഹിച്ചതിനാൽ മറിയം യേശുവിൻ്റെ അമ്മയായി മാറി. എങ്ങനെയാണ് അമ്മയായി മാറിയത്? കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കുന്നതിൽ 1-ാം അധ്യായം 38-ാം വാക്യം, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിൽ വാക്കുകൾ, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിൽ 1-ാം അധ്യായം 20-ാം വാക്യം, കർത്താവിൻ്റെ സ്തുതിച്ച് ആരാധിക്കുന്നതിൽ 1-ാം അധ്യായം 46-ാം വാക്യം. മറിയം വിശ്വാസികൾക്ക് മാതൃകയാണ്. ദൈവത്തെ വിശ്വസിക്കുന്നതിൽ, അനുസരിക്കുന്നതിൽ, അവിടുത്തെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിൽ, കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നതിൽ പരിശുദ്ധ അമ്മ വിശ്വാസികൾക്കൊരു വലിയ മാതൃകയാണ്. മറിയം കർത്താവിൻ്റെ നിയമം വിശ്വസ്തമായി പാലിക്കുന്ന ദാസിയായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച കർത്തൃദാസിയാണ് പരിശുദ്ധ അമ്മയെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതിയോട് പരിപൂർണമായി സഹകരിച്ചവളാണ്. ജന്മപാപമില്ലാതെ ജനിച്ചവളാണ്. ദൈവം നൽകിയ വാഗ്ദാനം ഉപയോഗിച്ച് ജീവിച്ചവളാണ്. അതുകൊണ്ട് അവൾ നന്മ നിറഞ്ഞവളായി തീർന്നു. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവൾ വളർന്നു. സകല തലമുറകളും ഭാഗ്യവതിയെന്ന് അവളെ പ്രകീർത്തിച്ചു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ ഒരു വിശ്വാസ സത്യമായി സഭ പ്രഖ്യാപിക്കുകയുണ്ടായല്ലോ. സർപ്പത്തിൻ്റെ തല തകർത്തവളും നന്മ നിറഞ്ഞവളുമായ കന്യകാമറിയം ഉത്ഭവഭാവ രഹിതയാണ് എന്നുള്ള വിശ്വാസ സത്യം സാവധാനത്തിലാണ് സഭ പ്രഖ്യാപിക്കുന്നത്. സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയെ അമലോത്ഭവിയായി സൃഷ്ടിച്ചു എന്ന് ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായ ഡൺ സ്കോട്ട് എടുത്തു പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മ അമലോത്ഭവിയായി ജനിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധനായ ദൈവത്തെ ലോകത്തിന് നൽകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ദൈവം അവളെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ആംഗലേയ പ്രകൃതിയുടെ കവിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വില്യം വേഡ്സ്വർത്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞത്, പാപമംഗലമായ മനുഷ്യ പ്രകൃതിക്ക് ഒരു അപവാദമായവളെ, ദൈവസ്തുതിക്ക് യോഗ്യയായവളെ, ഏകസ്തുതി പാത്രമേ എന്നൊക്കെ അദ്ദേഹം അമ്മയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ തിന്മ നിറഞ്ഞ ഒരു ലോകമുണ്ടായിരുന്നു. തിന്മ നിറഞ്ഞ ഒരു ലോകത്തിൽ നന്മയുടെ നിറകുടമായി തീരുവാൻ ജന്മപാപത്തിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് ദൈവം അവളെ സംരക്ഷിച്ചു. അങ്ങനെ ദൈവത്തിന് സംരക്ഷിക്കാൻ അവകാശമുണ്ട്. രക്ഷകനെ ലോകത്തിൽ നൽകുവാൻ ദൈവം ഔദാര്യം കാണിച്ചപ്പോൾ അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പരിശുദ്ധയായിരിക്കണം. അതിനുവേണ്ട സംരക്ഷണം ദൈവം നൽകി എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവിടെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖയെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അയച്ചുകൊണ്ട് അവളോട് അനുവാദം ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന, ഫ്രീ വില്ലിനെ, ഇച്ഛാശക്തിയെ ആദരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ടാണ്
ഗബ്രിയേൽ ദൂതനെ അമ്മയുടെ അടുത്തേക്ക് അയച്ചതും അവളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതൻ ഗബ്രിയേൽ മാലാഖ അമ്മയോട് അരുളി ചെയ്തു. കൃപയാൽ നിറയപ്പെടുവാൻ അവൾക്ക് ഭാഗ്യം സിദ്ധിച്ചത് ദൈവം അവളോടുകൂടി ഉണ്ടെന്നുള്ള ബോധ്യം മാത്രമല്ല, ആ നിമിഷം മുതൽ അവൾ ആ കൃപയിൽ ജീവിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു, ദൈവത്തോടൊപ്പം സഹകരിക്കുന്നു. ഒരാത്മീയ വളർച്ച അവളുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ അവൾക്ക് കഴിയുന്നു. മാമോദീസായിലൂടെയൊക്കെയാണ് നാം കൃപാവരം പ്രാപിച്ചത്. എന്നാൽ പരിശുദ്ധയമ്മ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു കൃപാവരം ദൈവം നൽകിയത് പരിശുദ്ധനായ ദൈവത്തെ ലോകത്തിൽ നൽകുവാനാണ് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. ദൈവവിളിയോടും ഉടമ്പടിയോടും അനുകൂലമായ സജീവമായ പ്രതികരണമാണ് പരിശുദ്ധയമ്മ. ഒരു പോസിറ്റീവ് ആക്റ്റീവ് റെസ്പോൺസാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സർവശക്തനായ ദൈവം മറിയത്തെ അമലോത്ഭവയായി സൃഷ്ടിച്ചു എന്നുള്ളതിൽ സംശയമില്ല. അതാണ് 1854 ഡിസംബർ മാസം 8-ാം തീയതി 9-ാം പീയൂസ് മാർപ്പാപ്പ ഇൻ എഫാബിലിസ് ദേവുസ്, അവർണ്ണനീയ ദൈവമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ ലോകത്തെ അറിയിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം പ്രത്യേക വരത്താൽ ഉത്ഭവഭാവത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്നും മറിയത്തെ സംരക്ഷിച്ചു എന്ന്. അപ്പോൾ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താൽ ഉത്ഭവപാപത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്നും ദൈവം അവളെ സംരക്ഷിച്ചു. മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനം ഉദ്ധരിച്ചുകൊണ്ട്, അത് ഉറപ്പിച്ചുകൊണ്ട് 1858 മാർച്ച് മാസം 21-ാം തീയതി 25-ാം തീയതി ലൂർദിൽ പരിശുദ്ധയമ്മ വിശുദ്ധ ബർണദീത്തായിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവയാണ് എന്ന് വിളിച്ചു പറയുകയുണ്ടായി. അമലിയായി ജനിച്ച് കളങ്കരഹിതയായി ജീവിച്ച് പരിശുദ്ധയായി മരിച്ച മറിയത്തിൻ്റെ അമലോത്ഭവം സഭ അനുസ്മരിക്കുന്നു. വിനീതയും ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തവളാണ് മറിയം. ദൈവോത്തരൻ്റെ അമ്മയാവുക വഴി മറിയം സ്ത്രീകളുടെ ആദർശരൂപവും സ്ത്രീത്വത്തിൻ്റെ പ്രതീകവുമായി മാറി. പുതിയ ഹൗവായായ മറിയത്തെ സ്ത്രീകളിൽ അനുഗ്രഹീതയെന്ന് വിളിക്കുന്നു. കാനായിലെ കല്യാണവേളയിലും ഇളയമ്മയായ എലിസബത്തെ ശുശ്രൂഷിക്കുന്ന അവസരങ്ങളിലും ദൈവം അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകിയതിനാൽ അമലോത്ഭവത്തെ ഒരു വിശ്വാസ സത്യമായ സഭ പ്രഖ്യാപിച്ചത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒന്നായി നാം കാണുകയാണ്. ആദ്യ ക്ഷണം തന്നെ എല്ലാ കറകളിൽ നിന്നും ദൈവം അവളെ സംരക്ഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ യോഗ്യതയാണ് മറിയത്തിൻ്റെ യോഗ്യതയ്ക്ക് കാരണം. രക്ഷകനെ ലോകത്ത് നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. യേശു ഉദയസൂര്യനാണെങ്കിൽ മറിയം ഉഷസ്സാണ്. ഉഷസ്സിൻ്റെ ശോഭ ഉഷസ്സിൻ്റേതല്ല, അത് ഉദയസൂര്യൻ്റെ ശോഭയാണ്. നീതിസൂര്യനായ നിത്യസൂര്യനായ ദൈവത്തിൻ്റെ ശോഭയാണ് നാം അവിടെ കാണുന്നത്. തൻ്റെ പ്രിയപുത്രൻ്റെ രക്ഷണീയ കൃത്യത്തിൻ്റെ ഫലം ആദ്യം നുകർന്നത് പരിശുദ്ധ അമ്മയാണ്. ആദ്യം രക്ഷിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് അവളുടെ ഫിയാത്താണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. മറിയത്തിൻ്റെ സമ്മതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവം. ഓരോ ദിവസവും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുമ്പോൾ അമ്മയുടെ ജീവിതം നമുക്കേറെ അനുഗ്രഹപ്രദമായി തീരും. പരിശുദ്ധ അമ്മ രക്ഷകനായ ഈശോയെ സൂക്ഷിച്ച പൊൻപേടകം എന്നുള്ള നിലയിൽ
ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുവാനും ത്രിലോകങ്ങളുടെയും രാജ്ഞിയായി മുടിപരിപ്പിക്കപ്പെടുവാനും ഇടയായത് അവളുടെ അമലോത്ഭവത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. ദൈവം അവളെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര യോഗ്യതകളെക്കുറിച്ച് സംരക്ഷിച്ചു. ഈ രക്ഷാകര യോഗ്യതകൾ നാമും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിനിധികളായി ജീവിക്കുവാൻ അമ്മയുടെ അമലോത്ഭവ പെരുന്നാൾ ദിവസം ദൈവം തമ്പുരാൻ തൻ്റെ ആത്മാവിലൂടെ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.